വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. ആര്യടൻ ഷൌക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തീരുമാനിക്കും. CPIM നാളെ നിർണായക യോഗം ചേരും. അതേസമയം മത്സരിക്കണമോ വേണ്ടയോ എന്ന ചർച്ചയിലാണ് BJP. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയമാണ്. UDF സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ കല്ലുകടിയായി PV അൻവർ ചില വാചകങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിന്റെ ആൾ കൂടിയായ അൻവറിനെ UDFന്റെ ഘടകകക്ഷിയായി ഉടൻ പ്രഖ്യാപിക്കണം. ഒപ്പം ആര്യടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പും അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പുറത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഏത് ചെകുത്താൻ മത്സരിച്ചാലും പിന്തുണയ്ക്കും എന്ന് അൻവർ പറഞ്ഞിരുന്നു. ഇന്ന് അല്പം കൂടി ഒന്ന് കടുപ്പിച്ചിരിക്കുന്നു. അതായത് ഉടൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ UDFന്റെ ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള ഒരു അസ്വാരസ്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ UDFന് തലവേദനയാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വലിയ മാർജിനിലല്ല PV അൻവർ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചതെങ്കിൽ പോലും ഒരു പക്ഷേ അൻവറിന്റേതായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ ഒരു ബുദ്ധിമുട്ട് UDFന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒപ്പം മുസ്ലിം ലീഗിന് താല്പര്യം ആര്യടൻ ഷൌക്കത്തിനെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് മുന്തിയ പരിഗണനയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ UDF ഈ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്ക് പോയി ഒരു സമവായത്തിലൂടെ അൻവറിന്റെ തൽക്കാലം കൂടെ നിർത്താനുള്ള ശ്രമം നടത്തും. ഒരു പക്ഷേ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ലീഗിനെ തന്നെ ചുമതലപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലമ്പൂരിൽ ഈ വിഷയങ്ങളിൽ, അതായത് UDFന്റെ ഘടകകക്ഷിയാക്കണം എന്ന PV അൻവറിന്റെ ആവശ്യവും ഒപ്പം ഈ ആര്യടൻ ഷൌക്കത്തിനെ പകരം മറ്റൊരാളിനെ കണ്ടെത്തണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFനുമുണ്ട്. അതേസമയം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. ആര്യടൻ ഷൌക്കത്തിന്റെ പേര് തന്നെയാണ് മുന്തിയ പരിഗണനയിലുള്ളത്. ഒപ്പം മറ്റു പേരുകളും തന്നെയില്ല. നേരത്തെ രണ്ട് പേരുകളാണ് UDF നേതാക്കന്മാരുടെ മുന്നിൽ ചർച്ചയായി വന്നത്, VS ജോയിയുടെയും ഒപ്പം ആര്യടൻ ഷൌക്കത്തിന്റെയും. എന്നാൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ആര്യടൻ ഷൌക്കത്തെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആര്യടൻ ഷൌക്കത്ത് തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി. ബിനോയ്, അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുകയാണ്. സ്വതന്ത്രരെ മത്സരിപ്പിക്കുമോ അതല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളെ ആരെങ്കിലും മത്സരിപ്പിക്കുമോ? അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വിജയം നേടുമെന്നാണ് ഇന്നലെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറഞ്ഞിരുന്നത്. തീർച്ചയായും ഇതിനകത്ത് നാളെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. നാളെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇടതു മുന്നണി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം CPM സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും പിന്നീട് ഇടതുമുന്നണി യോഗം ചേർന്ന് അത് അംഗീകരിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അതാണ് ഈ സാധാരണ മുന്നണി മര്യാദ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ സ്ഥാനാർത്ഥി തീരുമാനിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ ഇടതുമുന്നണി യോഗവും ചേരും. അതിന് അവിടെ വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുവരെ രണ്ട് കാര്യങ്ങളാണ് CPM അവരുടെ പരിഗണനയിലുള്ളത്. ഒന്ന്, ഒരു CPIMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. നേരത്തെ PV അൻവറിനെ മത്സരിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ സാധ്യതയുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തി അവിടെ തന്നെ മത്സരിപ്പിക്കുക. അതിന് അവരുടെ കയ്യിൽ 3-4 പേരുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനം നൽകുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയായ U ഷറഫ് അലിയുടെ പേരാണ്. അദ്ദേഹം പ്രത്യേകിച്ചും ഫുട്ബോളിന്റെ നാട് കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻനിർത്തി മത്സരിപ്പിച്ചാൽ വിജയം ആവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ CPIM ഉണ്ട്. ഒപ്പം മറ്റു ചില പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇവിടെ CPM നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം PV അൻവർ ജയിച്ചത് വലിയ മാർജിനിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ വിജയം ആവർത്തിക്കാൻ കഴിയും. മാത്രവുമല്ല, നിലവിലെ സാഹചര്യം ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വിജയം ആവർത്തിക്കാനുള്ള ഒരു എളുപ്പ വഴിയായി മാറുമെന്നുള്ള പ്രതീക്ഷ CPIM നേതാക്കന്മാർക്കുണ്ട്. അത്തരത്തിൽ ഒരു നീക്കം തന്നെയായിരിക്കും CPIM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യതയും. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായതിനു ശേഷം എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യം നിലമ്പൂരിലേക്ക് ഉണ്ടാകും എന്നുള്ള
വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ അവിടെ തെരഞ്ഞെടുപ്പെ നയിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി നേരിട്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും നാളെയോടുകൂടി തന്നെ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകും. ബിനോയ്, അതേസമയം BJP ഇപ്പോഴും ചർച്ചയിലാണ്. മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ BJP ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണോ തുടരുന്നത്? തീർച്ചയായും അത് ഒരു കാര്യമുണ്ട്. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നിരുന്നു. ആ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും അവിടെ നേതാക്കന്മാരുടെ ഒരു വിഭാഗം പറഞ്ഞത് ഈ വലിയ വേരോട്ടം BJPക്ക് നിലമ്പൂർ ഭാഗത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ 12,000-നടുത്തൊക്കെ ഉള്ള വോട്ടുകളാണ് കഴിഞ്ഞ അവസാനമായി ലഭിച്ചത്. അത്തരത്തിൽ വലിയ വേരോട്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വലിയ മത്സരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരത്തിലേക്ക് പോകണമോ പോകണ്ടയോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് സ്ഥാനാർത്ഥി ഉണ്ടാകും, NDAയുമായി ആലോചിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ ഉറപ്പാണ്, മത്സരിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം BJP സ്ഥാനാർത്ഥി അവിടെ ഇത്തവണ മത്സരിച്ചില്ല എങ്കിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ വിജയം LDFിനൊപ്പമാണെന്നുണ്ടെങ്കിൽ UDF വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. BJP വോട്ട് മറിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ UDFന് ആണ് വിജയമെങ്കിൽ LDFും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതേസമയം അവരുടെ ലക്ഷ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. കേവലം ഒരു 8 മാസത്തിന് വേണ്ടിയിരുന്ന ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം അത്ര കടുപ്പിക്കേണ്ട എന്നുള്ളതാണ് BJPയുടെ ചില നേതാക്കന്മാർ തുറന്നു പറയുന്നത്. എങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവിനെ ഒരു പക്ഷേ പേരിന് മത്സരിപ്പിക്കാൻ ആയിരിക്കും BJPയുടെ തീരുമാനം. ശരി ബിനോയ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തീരുമാനിക്കും. CPIM നാളെ നിർണായക യോഗം ചേരും. അതേസമയം മത്സരിക്കണമോ വേണ്ടയോ എന്ന ചർച്ചയിലാണ് BJP.